എൻ്റെ പൊന്നു ഷാഹി, നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇവളൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്ക്. ആയിഷയുടെ കൈ പിടിച്ചുകൊണ്ട് ഷഹാന് പറഞ്ഞു. ഷാഹി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പരങ്ങി. പിന്നെ അവൻ രണ്ടും കൽപ്പിച്ച് ആയിഷുവിനെ രണ്ട് കൈകളിലും കൂരിയെടുത്തു. ആയിഷുവിനെ ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരവസ്ഥയിൽ അത് സാധ്യമല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഷാഹി അവളെ അതിനടുത്തുള്ളൊരു മുറിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഉമ്മ അത് തടഞ്ഞു. ഇനി ഏതായാലും നിങ്ങളുടെ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കോ. ഇവിടെ ഇന്ന് ഒരുപാട് വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ, അവരുടെ ഇടയിൽ മോളെ കിടത്തിയാൽ അവൾക്ക് ബുദ്ധിമുട്ടാവും. ഷാഹി എടുത്തു പോയല്ലോ എന്നതുകൊണ്ട് അവളെയും പിടിച്ച് സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി. ആയിഷുവിന് തൻ്റെ കണ്ണുകളെ പോലും എവിടേക്ക് നയിക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവളിടയ്ക്ക് ഷാഹിയുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷെ അവൻ അവളെ നോക്കാതെ നേരെ നോക്കി നടക്കുകയാണ്. മതി, എന്നിവിടെ വെച്ചേക്ക്, ബാക്കി ഞാൻ നടന്നു പോയിക്കോളാം, ആയിഷ ഗതികെട്ട് അവസാനം പറഞ്ഞു. പക്ഷേ ഷാഹി അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ അവളെ റൂമിൽ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി. തലേണയെടുത്ത് കട്ടിലിനോട് ചാരി വെച്ച് അവളെയും അതിനടുത്തേക്ക് ഇരുത്തി. ആയിഷ ഇതെല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഷഹാനയും ഉമ്മയും എല്ലാം മരുന്നും തൈലമൊക്കെ കൊണ്ടുവന്നു. ഷാഹി, നീ ഇത് ഇവൾക്ക് പുരട്ടി കൊടുക്ക്. ഏയ്, അതൊന്നും പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുത്താൽ മതി അതൊക്കെ. ഉമ്മ അത് പറഞ്ഞു തീരും മുമ്പേ ഷാഹി പറഞ്ഞു. അപ്പോഴാണ് മുകളിലേക്ക് പോയ ആയിഷുവിൻ്റെ ശ്വാസം താഴേക്ക് തന്നെ വന്നത്. ശരിയാ ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ തന്നെ അവനക്ക് നാണാവൂലേ? ഷഹാന കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇതൊന്നും കേട്ടു നിൽക്കാനാവാതെ ഷാഹി പുറത്തേക്ക് പോയി. ആയിഷു, നീ തിരഞ്ഞെടുക്ക്, ഞാൻ പുരട്ടിത്തരാം. അതോ വേണ്ട, കുഴപ്പമില്ല, ഇപ്പൊ വേദന കുറവുണ്ട്. നീ ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ള മടി കൊണ്ട് പറയാണോ? ഞാൻ കണ്ണുപൂട്ടി തേച്ചു തരാം ആയിഷു. ഷഹാൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അല്ല, കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ എടുത്ത് പുരട്ടിക്കൊണ്ട്. നിനക്ക് അത്രയ്ക്ക് നാണാണെങ്കിൽ ആയിക്കോട്ടെ. ഇനി അഥവാ പുരട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ഷാഹിയോട് പറഞ്ഞാൽ മതി കേട്ടോ. അവർ അതും പറഞ്ഞ് താഴേക്കിറങ്ങി. സന അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൊടുത്തു. അതും അവൾ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ആയിഷ അവിടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കി. പക്ഷെ ഒരു ഉളുക്ക് പോലെയുണ്ട്, വല്ലാത്തൊരു വേദന. ആയിഷന് അപ്പോൾ തന്നെ ഉമ്മാനെ കാണാൻ തോന്നി. എന്ത് വേദന വന്നാലും അത് ശരീരത്തിനായാലും മനസ്സിനായാലും ഉമ്മാന്റെ മുഖം കണ്ടാൽ ആ തോളിലൊന്ന് കിടന്ന് മതിവരുവോളം കരഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടും. അവസാനം ആയിഷ ഉമ്മാനെ വിളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഫോൺ ഷെൽഫിലായിരുന്നു. അതെങ്ങനെ എടുക്കുമെന്നാലോചിച്ച് ചിന്താവിഷ്ടയായി ഇരിക്കുമ്പോഴാണ് വീണ്ടും ഡോറിന് മുട്ടുകേട്ടത്. ആയിഷു ആ എന്ന് വിളി കേട്ടു. ഷാഹിയായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഷാഹി ഷെൽഫിൽ എന്തോ തിരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആയിഷു കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഷാഹി തലതിരിച്ചുകൊണ്ട് ആയിഷുവിനെ ഒന്ന് നോക്കി. ആ ഫോണൊന്നും എടുത്തു തരുമോ? ആയിഷു നിഷ്കളങ്കമായി ചോദിച്ചു. ഷാഹിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അവൻ ഷെൽഫിൽ നിന്നും ഒരു ഐഫോൺ ലോർ പ്രോന്റെ പെട്ടിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആയിഷ ഒരു സംശയത്തോടെ അവനെ നോക്കി. ഇതെന്താ? ആയിഷന്റെ ചോദ്യം കേട്ട് ഷാഹി ആ പെട്ടി തിരിച്ചു മറിച്ചു നോക്കി. ഇത് ഫോണല്ലേ? അത് മനസ്സിലായി. ഇതെന്തിനാ എനിക്ക് നേരെ നീട്ടിയിരിക്കുന്നത് എന്നാ ചോദിച്ച്. വേണ്ടെങ്കിൽ വേണ്ട. അവൻ ആ ഫോൺ അവിടെ തന്നെ വെച്ചു. പിന്നെ എന്തെടുത്ത് തരാനാണ് നീ എന്നോട് പറഞ്ഞത്? ആയിഷ അവൾ ഫോൺ വെച്ചിരിക്കുന്ന ഷെൽഫിന് നേരെ വിരൽ ചൂണ്ടി. ഷാഹി അതെടുത്ത് നോക്കി. ഓഹോ, വെൽ സെറ്റപ്പ് ആയിട്ടാണല്ലേ വന്നിരിക്കുന്നേ. ഷാഹി പതിയെ പറഞ്ഞുകൊണ്ട് ഫോൺ അവൾക്ക് കൊടുത്തു. ആയിഷ ഒരു എളിഞ്ഞ ചിരിച്ചു. ഭക്ഷണം എങ്ങനെ കഴിക്കും? ഷാഹി പോകുന്നതിനിടയിൽ ഡോറിന്റെ അരികിൽ നിന്നുകൊണ്ട് ചോദിച്ചു. കൈകൊണ്ട്. ആയിഷ ഒരു പുച്ഛഭാവത്തോടെ പറഞ്ഞു. എന്നാ അതൊന്ന് കാണണമല്ലോ എന്ന ഭാവത്തിൽ അവൻ അവിടെ തന്നെ നിന്നു. എന്നാൽ അത് കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന രീതിയിൽ ആയിഷ കുറച്ച് അകലെയുള്ള ടേബിളിൽ നിന്നും ഭക്ഷണത്തിന്റെ പാത്രം എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്തിയില്ല. ഷാഹിയുടെ മുന്നിൽ സമ്മരുതല്ല എന്ന് കരുതി അവൾ കഷ്ടപ്പെട്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും വേദന കാരണം കണ്ണെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഏയ്, ഇത്രക്ക് വാശിയൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കിയുള്ളവരോട് ഞാൻ മറുപടി പറയേണ്ടി വരും. അവൻ ഫുഡ് എടുത്ത് ആയിഷയുടെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി. അവൾ അത് കഴിക്കാനായി ഒരുങ്ങിയെങ്കിലും ഒരു ഉരുള പോലും താഴേക്കിറക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ആയിഷ ഫോൺ എടുത്ത് ഉമ്മാക്ക് വിളിച്ചു. ഹലോ ഉമ്മ. എന്താ മോളെ, എന്തു വെച്ചി? ഒന്നുമില്ല, നിങ്ങളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, ആയിഷ വിടർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആയിഷു, എന്താ മോളെ, അവിടെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഉമ്മ, അത് പിന്നെ ഞാൻ സ്റ്റെപ്പിൽ നിന്നും ചെറുതായിട്ടൊന്ന് വീണു. യാ റബ്ബേ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ നിനക്ക്? അങ്ങനെ ഒന്നുമില്ല, ഊരവേദനയുണ്ട്. എങ്ങനെ വീഴാതിരിക്കാം? മനസ്സിലോരോ ചിന്തകളല്ലേ. നീ ഇനി അതൊക്കെ ഒഴിവാക്ക ആയിഷു. നിനക്ക് പടച്ചാൻ വിധിച്ച ജീവിതം സന്തോഷത്തെയും സമാധാനത്തോടെയും ജീവിക്ക്. ഈ വിധിയെ വീഴ്ചയൊക്കെ നിങ്ങളായിട്ട് സമ്മാനിച്ചതല്ലേ എനിക്ക്. ഞാൻ അനുഭവിച്ച് തീർത്തോളാം. മതി, ഇനി അതേക്കുറിച്ചുള്ള സംസാരം വേണ്ട. നീ ഫോൺ കട്ട് ചെയ്യ്, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉമ്മ എന്ന് ആയിഷ പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ ഉമ്മ ഫോൺ കട്ടാക്കിയിരുന്നു. ആയിഷ ഫുഡിനെയും നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഉപ്പാന്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടു ആയിഷു. ആ സൗണ്ട് എത്ര ദൂരെ നിന്ന് കേട്ടാലും തിരിച്ചറിയാനുള്ള പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അവൾക്ക്. അവർ മുകളിലേക്ക് വരുന്നതിനായി ആയിഷ ഡോറിനടുത്തേക്ക് നോക്കിയിരുന്നു. ആയിഷു മോളെ. ഉമ്മ ആയിഷന്റെ അടുത്തേക്ക് ഓടി വന്നു. ഉമ്മ തൈലെടുത്ത് അവൾക്ക് പുരട്ടി കൊടുത്തു. എടുത്തു വെച്ചിരുന്ന ഭക്ഷണം അവളെ നിർബന്ധിച്ച് വാരിക്കൊടുത്ത് കഴിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ഷാഹി കയറി വന്നത്.
ഓഹോ, ഉമ്മാന്റെ പൈതലാണോ ഇത്? അവൻ മനസ്സിൽ വിചാരിച്ചു. ഉപ്പ, എന്തൊക്കെയാ വിശേഷം? റാഹത്തന്നെ മോനെ. ഇവളിങ്ങനെ വീണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിൽക്കാനൊരു സമാധാനമില്ല, അതുകൊണ്ട് പോന്നതാ. ആ, ഞാൻ വിവരം പറയാൻ നിങ്ങൾക്ക് വിളിക്കാൻ പോവായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും വരുന്നത് കണ്ടത്. ഇവക്കാണെങ്കിൽ എന്തിനേതിനും ഞാൻ വേണം, വേറെ ആരെയും പറ്റില്ല. ഇവിടെ ഇങ്ങനെ ആരെയും ഒന്നും സമ്മതിക്കാതെ കിടക്കുന്നുണ്ടാവുന്ന എനിക്കറിയായിരുന്നു. അതാ പിന്നെ ഒന്നും നോക്കാതെ ഓടി ഇങ്ങോട്ട് വന്നേ. അതിനെന്താ ഉമ്മ, നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും ഇവിടെ വരാലോ. ഇതിനിപ്പോൾ അവളുടെ കൂടെ വീടല്ലേ. ഓ, നല്ലോണം പതിപ്പിക്കുന്നുണ്ടല്ലോ. ആശു പതിയെ പെരുവിറുത്തു. അത് കേട്ടിട്ടെന്ന പോലെ ഷാഹി അവളെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി. കുറച്ചു നേരം ആയുഷുവിൻ്റെ അടുത്ത് നിന്ന് ഉമ്മയും ഉപ്പയും താഴേക്കിറങ്ങി, കൂടെ ഷാഹിയും. ആയുഷുവിനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ? ഈ ഒരവസ്ഥയിൽ അവൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അവൾക്കും നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അത്, ഉമ്മ ഷാഹിയുടെ ഉമ്മാനോട് ചോദിച്ചു. അല്ല, അവൾ ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും കണ്ടു കൊതി തീർന്നിട്ട് കൂടിയില്ല. പിന്നെ അവളെ ഇവിടെ നിർത്തി പോകുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എനിക്ക് അവളും എൻ്റെ ഷഹാനയും എല്ലാം ഒരുപോലെയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാ എതിർക്കാം? എന്തായാലും ഞങ്ങൾ നാളെ വരാം. ഇപ്പോൾ ഒരുപാട് വൈകിയില്ലേ, ഇറങ്ങട്ടെ. അവർ അതും പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഉമ്മാൻ്റെ കുട്ടി ഉമ്മ പാടി തന്ന താരാട്ടുപാട്ടൊന്നും കേട്ട് ഉറങ്ങിയില്ലേ? ഷാഹി പതിയെ ചോദിച്ചതായിരുന്നുവെങ്കിലും ആയിഷു അത് കേട്ടു. അവൾ അതിന് മറുപടിയായി ഒരു പുച്ഛഭാവം മുഖത്ത് വരുത്തി തല മറുഭാഗത്തേക്ക് തിരിച്ചു. അന്ന് രാത്രി എല്ലാ ക്ഷീണവും കൂടെ ആയിട്ട് അവൾ വേഗം തന്നെ മയക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ കുറച്ച് വൈകിയാണ് ആയിഷ എഴുന്നേറ്റത്. കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു. ആദ്യം തന്നെ പതിവ് പോലെ അരികിൽ കിടക്കുന്ന ജാസിയെ നോക്കി. പക്ഷെ കണ്ടത് ഷാഹിയെയായിരുന്നു. അവൻ ഫോണിൽ കളിച്ചുകൊണ്ട് അവൾക്ക് തൊട്ടരികിലല്ലെങ്കിലും കുറച്ച് വിട്ട് കിടക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ്. ആയിഷുവിൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ ഷാഹി അവളെ വിഷ് ചെയ്തു. ആ ഒരു ഒഴുക്കിൽ അവൾ തിരിച്ചു മോർണിംഗ് പറഞ്ഞു. ആയിഷു കണ്ണൊന്ന് മുറക്കെ തിരുമ്മി ഷാഹിയെന്ന് സൂക്ഷിച്ചു നോക്കി. അല്ല, എൻ്റെ ചാരിത്രയോ? ഞാൻ ആരുടെയും ചരിത്രം സമൂഹമൊന്നും എടുത്തിട്ടില്ലേ. നിങ്ങളെന്താ ഈ കട്ടിലല്ലേ? ആയിഷ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ആഹാ, ഇതെൻ്റെ കട്ടിലല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ഇവിടെയല്ലേ കിടക്കണ്ടേ? ഷാഹി അവളുടെ നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. അതാദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ താഴെ കിടന്നേനല്ലോ. ഓഹോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇയാളിപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? ആയിഷ ദയനീയമായി അവളുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ നോക്കി. ആ, അതിനെങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട. ഞാനത് കെട്ടിയത് കൊണ്ടാണല്ലോ താൻ ഇവിടെ ഇരിക്കുന്നേ. അതിനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ കട്ടിലിൻ്റെ ഒരു മൂലയിൽ കിടന്നു എന്ന് കരുതി ആകാശം ഇടിഞ്ഞ് താഴെ വീഴൊന്നുമില്ല. ആയിഷ അതിന് തിരിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ടും ഷാഹി പറഞ്ഞത് പൂർണ്ണമായും ശരിയായതുകൊണ്ടും ഒന്നും പറയാതെ അടുത്തിരുന്ന ഫോൺ എടുത്ത് നോക്കി. ഇത്രയൊക്കെ സമയമായോ? ആയിഷ ഒരു നെട്ടലോട് പറഞ്ഞു. പിന്നല്ലാതെ, സൂര്യൻ ഇയാളെ കാത്തു നിൽക്കുവോ? സൂര്യൻ എന്നെയും കാത്തു നിൽക്കുകയില്ല എന്ന് എനിക്കറിയാം. മൂപ്പരെൻ്റെ കാമുകനൊന്നും അല്ലല്ലോ എന്നെയും കാത്തു നിൽക്കാനേ. ആയിഷ ഓരോന്ന് പെറുവറുത്തുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. വേദന ഒരുവിധമൊക്കെ ആക്കായിട്ടുണ്ട്, എങ്കിലും നടക്കുമ്പോൾ ഒരു വേദനയുണ്ട്. വേദന കുറവുണ്ടോ? ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഞാനെന്ത് ചെയ്തു? ഇയാളെന്നെ കല്യാണം കഴിച്ചതുകൊണ്ടാണല്ലോ എനിക്കിവിടെ വരേണ്ടി വന്നേ. അപ്പോഴാണല്ലോ ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങുന്നത് നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ നോക്കിയെന്നത് കൊണ്ടല്ലേ തലയും കുത്തി താൻ വീണത്. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. ആയിഷ അതും പറഞ്ഞ് പതിയെ ബാത്റൂമിലേക്ക് പോയി. ബ്രഷ് ചെയ്ത് കുളിക്കാനായി ഡ്രസ്സ് എടുക്കാൻ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഡ്രസ്സ് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടത്. അത് ഷാഹി കൊണ്ടുവച്ചതായിരിക്കാമെന്ന് ആയിഷ ഊഹിച്ചു. ഷാഹിയാണെങ്കിൽ ആയിഷ പറഞ്ഞത് കേട്ട് ആകെ കിളിപ്പോയ അവസ്ഥയിൽ കട്ടിലിൽ താടിയിൽ കൈയും കൊടുത്തിരിക്കുകയാണ്. ആയിഷ കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഷാഹി ഉറങ്ങിയിട്ടുണ്ട്. ആയിഷ മുടിയെല്ലാം ഒതുക്കി വെച്ച് തട്ടം ശരിയാക്കി താഴേക്കിറങ്ങി. ആഹാ, പുതുപ്പെണ്ണ് അടുക്കളയിൽ കയറിയോ? ആയിഷൻ്റെ വരവ് കണ്ട് അവിടെ നിന്നും ആരോ പറഞ്ഞു. മോൾ എന്തിനാ ഇപ്പോൾ വയ്യാതെ താഴേക്കിറങ്ങി വന്നേ? എഴുന്നേറ്റ് തറഞ്ഞിരുന്നെങ്കിൽ ഉമ്മ ചായ അങ്ങോട്ട് കൊടുത്ത് അയച്ചേനേലോ. ഷാഹി ഇല്ലേ അവിടെ? അവനൊന്നും വന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അതൊന്നും വേണ്ട ഉമ്മ, ഇപ്പം നല്ലോണം കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരുടെ സംസാരം തുടർന്നു. ആയിഷ ആണെങ്കിൽ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നറിയാതെ നിൽക്കുകയാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ അവരൊക്കെ അവളെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ആ അടുക്കളയാകെ ഒന്ന് കണ്ണുകൊണ്ട് അവിടെ നിന്ന് പരിശോധന നടത്തി. അപ്പോഴാണ് റാക്കിലൊരു പാത്രത്തിൽ ഉള്ളിയും കത്തിയും കണ്ടത്. അവൾ നേരെ അതിനടുത്തേക്ക് ചെന്ന് അതെടുത്തു. എൻ്റെ ആയിഷു, നീ ഇപ്പോൾ തന്നെ അതൊന്നും ചെയ്യണ്ട. ഇനി അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും തന്നെയാണ് എല്ലാം ചെയ്യാനുള്ളത്. സെന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആയിഷ തിരിച്ചു വന്ന് ചിരിച്ചു കൊടുത്ത് അവളത് അരിയാൻ തുടങ്ങി. ആയിഷൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഒന്നാമത് ചെയ്തൊരു ശീലമില്ലാത്ത പണിയാണ്. അവിടെ ആകെ അടുക്കളയിൽ കയറിയിരുന്നത് ഫുഡ് കഴിക്കാനായിരുന്നല്ലോ. ആയിഷ കുറ്റബോധത്തോടെ ഓർത്തു. അവളുടെ കണ്ണുനീർ കണ്ട് നിൽക്കാനാതെ ഉമ്മ ആയിഷൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി വെച്ച് അവളെ അകത്തേക്ക് പറഞ്ഞയച്ചു. അവൾ മുകളിലേക്ക് തന്നെ കയറി റൂമിൻ്റെ ഡോർ പാതി തുറന്ന് അകത്തേക്ക് നോക്കി. ഷാഹി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവൾ പിന്നെ നേരെ ബാൽക്കണിയിലേക്ക് പോയി.
വീണ്ടും ഒറ്റക്കായപ്പോൾ മനസ്സിനെ ഓർമ്മകൾ വന്ന് നോവിക്കാൻ തുടങ്ങി. 2 കൊല്ലം മാത്രമേ ഫാസിയോട് ഇടപഴകിയിരുന്നുള്ളൂ എങ്കിലും അത് അവൾക്ക് 2 ജന്മത്തിലെ ഓർമ്മകൾ സമ്മാനിച്ചിരുന്നു. ആയിഷുവിൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. വീണ്ടും അവളുടെ കണ്ണുകളിൽ സങ്കടം മാത്രം നിഴലിച്ചു. ആയിഷ റൂമിൽ പോയി ഷാഹിയെ ഉണർത്താതെ ഫോൺ എടുത്തുകൊണ്ട് വന്നു. ഫാസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് ആർക്കറിയാം. ഫാസിയും ആയിഷയും ഉണ്ടായിരുന്ന കോമൺ ഗ്രൂപ്പിൽ നിന്നും അവളുടെ സേഫ്റ്റിക്കാണെന്നും പറഞ്ഞ് അവൾ റിലേഷനിൽ ആയിരിക്കുമ്പോൾ തന്നെ ഫാസി അവളെ കൊണ്ട് ലെഫ്റ്റ് അടുപ്പിച്ചിരുന്നു. അതുകൊണ്ട് മിക്ക ഫ്രണ്ട്സുകളുടെ നമ്പറും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അവനെക്കുറിച്ച് അറിയാൻ ഒരു വഴിയും അവൾക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. അവളുടെ ചാറ്റ് ലിസ്റ്റ് ഒന്നും ആയിഷ ഡിലീറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. വെറുതെയെങ്കിലും അവൾ അതെല്ലാം വായിച്ചിരുന്നു. ആയിഷുവിൻ്റെ നമ്പരം വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരിറ്റുപോലും കുറയ്ക്കാൻ ആ ചാറ്റ് ലിസ്റ്റിന് കഴിഞ്ഞില്ല. ചിന്താവിഷ്ടയായ കോമളയുടെ ആലോചന കഴിഞ്ഞെങ്കിൽ ചായ കുടിക്കാൻ വരാൻ പറഞ്ഞു ഉമ്മ. ഷാഹി ഡോറിൻ്റെ അവിടെ നിന്നും പറഞ്ഞു, എനിക്ക് ഉമ്മാനെ കാണണം. ആയിഷ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഉമ്മ വിളിച്ചിരുന്നു. ഇന്ന് നമ്മളോട് അവിടേക്ക് വിരുന്നിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ പോരെ? ആയിഷ കണ്ണുകൾ തുടച്ച് ആയന് തലയാട്ടി. പിന്നെ അവൾ വൈകുന്നേരമാവാൻ കാത്തിരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ ആയിഷൻ്റെ ഉള്ളം കൊതിച്ചു. അവൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വേഗം തന്നെ ഒരുങ്ങാൻ തുടങ്ങി. ആയിഷ മാറ്റാൻ റൂമിൽ കയറിയപ്പോൾ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു. അവൾ അവിടെ ഉള്ളതറിയാതെ മൂളിപ്പാട്ടും പാടി വന്ന് ഷാഹി റൂമിൻ്റെ ഡോർ തുറന്നു. അവനെ കണ്ടതും ആയിഷ വെച്ചു. ഷാഹി പെട്ടെന്ന് തന്നെ റൂമിൻ്റെ ഡോർ അടച്ചു. പക്ഷെ ആ വെപ്രാളത്തിൽ അവൻ അകത്ത് കയറിയാണ് ഡോർ അടച്ചത്. ഷാഹി കൈകൾ കൊണ്ട് മുഖം പൊത്തിയിരുന്നു. ആയിഷ ആണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നത് നിർത്തുന്നുമില്ല. അവൾ അവിടെ ഉണ്ടായിരുന്ന പുതപ്പെടുത്ത് ശരീരം മറിച്ചു. ആയിഷു കരയിൽ നിർത്താത്തത് കൊണ്ട് ഷാഹി അവളുടെ പിറകിൽ പോയി ആയിഷുവിൻ്റെ വാ പൊത്തിപ്പിടിച്ചു. പെട്ടെന്നാണ് ആയിഷ ഷാഹിയുടെ കൈ കടിച്ചത്. കടി കുറച്ച് സ്ട്രോങ് ആയി പോയത് കാരണം ഷാഹിയുടെ കയ്യിൽ നിന്നും രക്തം പൊടിയാൻ തുടങ്ങി. അവൻ അവളുടെ വായിൽ നിന്നും കൈ പിൻവലിച്ചു. വേദന കൊണ്ട് അവൻ്റെ ശബ്ദവും പുറത്തു വന്നു. ആയിഷുവിൻ്റെ കരച്ചിൽ കേട്ട് ഉമ്മയും ഉപ്പയും സനയും ഷഹലയും എല്ലാം മുകളിലേക്ക് കയറി വന്നിരുന്നു. ഷാഹി, മോനെ ഷാഹി, ഡോറ് തുറക്കടാ, എന്തു പറ്റി ഷാഹി? ഉമ്മ അതും പറഞ്ഞ് ഡോറിനെ അടിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴാണ് ആയിഷുവിന് പരിസരബോധം വന്നത്. അവൾ കരച്ചിൽ നിർത്തി മുറുകെ ചിമ്മിയിരുന്ന കണ്ണുകൾ തുറന്നു. ഷാഹി വേദന കൊണ്ട് കൈ കുടയുന്നതാണ് അപ്പോൾ അവൾ കണ്ടത്. ആയിഷ വേഗം ബാത്റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പോഴേക്കും ഷാഹി പോയി ഡോർ തുറന്നിരുന്നു. എന്താ ഷാഹി ഇവിടെ? എന്തിനാ മോള് കരഞ്ഞത്? അത് പിന്നെ ഷാഹി എന്ത് പറയണമെന്നറിയാതെ നിന്നു കുഴങ്ങി. സത്യം പറഞ്ഞോ? നീ എന്താടാ അവളെ ചെയ്തേ? സെൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. പിന്നെ എല്ലാവരും ഷാഹി ഒരു സംശയത്തിൻ്റെ കണ്ണോടെ നോക്കാൻ തുടങ്ങി. അയ്യേ, ഞാനൊന്നും ചെയ്തില്ല. ഷാഹിക്ക് ഭൂമി പിളർന്ന് അപ്പോൾ തന്നെ താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് തോന്നി. പിന്നെ വെറുതെ ആയിഷ കരയേക്കാം. അത് ഞാൻ ബാത്റൂമിലൊരു കുറിയെ കണ്ട് കരഞ്ഞതാ. ആയിഷ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. ആയിഷ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. ഷാഹി അവൻ്റെ ഒരു കൈ പുറകിലേക്ക് പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ കൈ ആരും കണ്ടില്ല. പിന്നീട് അവരെല്ലാവരും താഴേക്ക് പോയി. കൈക്ക് എന്തെങ്കിലും പറ്റിയോ? കയ്യിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഷാഹിയെ നോക്കി ആയിഷ ചോദിച്ചു. അവൻ നിസ്സഹായതയോടെ അവളെ നോക്കി. ഏയ്, നല്ല സുഖമുണ്ട്. പട്ടി കടിച്ചാൽ ഒട്ടും വേദന ഉണ്ടാവില്ലല്ലോ. പട്ടിയോ? ശരിയാ, പട്ടിയെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. ആഹാ, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിലേക്ക് ഇയാളോട് ആരാ കയറി വരാൻ പറഞ്ഞേ? നോക്കു പെണ്ണേ, വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. ഞാൻ മനഃപൂർവ്വം വന്നതല്ലല്ലോ. നീ ഇവിടെ മാറ്റുകയാണെന്ന കാര്യം ഞാൻ എങ്ങനെ അറിയാനാ? അതെ, ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ജസ്റ്റ് ഒന്ന് മുട്ടുകയെങ്കിലും ചെയ്യണം. മിനിയാന്ന് വരെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ ഞാൻ കയറി വന്നിരുന്ന എൻ്റെ മുറിയായത്. അതുകൊണ്ട് പെട്ടെന്ന് വന്നപ്പോൾ ആ കാര്യം ഓർത്തില്ല. അങ്ങനെയൊക്കെ വേണ്ടി വരുന്നേ. കല്യാണം കഴിക്കാനൊരുങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. അതിരിക്കട്ടെ, നീ എന്താ വാതിൽ ലോക്ക് ചെയ്യാതിരുന്നത്? അപ്പോഴാണ് ആയിഷ അത് മറന്നത് അവൾക്ക് ഓർമ്മയായത്. അത് പിന്നെ ഞാൻ എന്നിട്ട് എന്നെ കുറ്റം പറയാൻ നിൽക്കാം. അത് ചിലപ്പോൾ ഈ ടെൻഷനിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരാം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ആയിഷ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ന്യായങ്ങൾ കണ്ടെത്തി. ആയിക്കോട്ടെ മാഡം, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, സമ്മതിച്ചു. സോറി, പോരെ. അങ്ങനെ മര്യാദക്ക് പറയേ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഓക്കെ? ആയിഷ സ്വയം വിജയശ്രീയിൽ ആളിതയായിക്കൊണ്ട് പറഞ്ഞു. ഇതെന്ത് സാധനമാണ് റബ്ബേ? ഷാഹി പാതിയെ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, ഒന്നും പറഞ്ഞില്ലേ. അതെ, എനിക്കൊന്ന് മാറ്റണം. പുറത്തേക്ക് ഇറങ്ങിക്കേ. അല്ലെങ്കിൽ ആര് നിൽക്കുന്നു ഇവിടെ? ഞാൻ പോവുക തന്നെയാണ്. ആയിഷ അതും പറഞ്ഞ് മുഖം തിരിച്ചു വെച്ച് അവിടെ നിന്നും ഇറങ്ങി. അവൾ താഴെ ഹാളിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഷാഹി വരുന്നത് നോക്കിയിരുന്നു. അവരെ യാത്രയാക്കാൻ ബാക്കി എല്ലാവരും അവളോടൊപ്പം നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ബ്ലാക്ക് ഷർട്ടും ക്രീം കളർ പാൻസും ഇട്ടുകൊണ്ട് ഷാഹി ഇറങ്ങി വന്നു. ആയിഷവും ബ്ലാക്ക് ചുരിദാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറി ആയിഷൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. നിങ്ങളെന്തിനാ ഞാനിട്ട് അതേ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നേ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടതൊന്നുമല്ല. ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ സൽക്കാരത്തിന് പോകാനാണെന്നും പറഞ്ഞ് രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തത്. ഇനി അതെങ്ങാനും ഇടാതിരുന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് മതിയാവും. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. ഓ, വിശ്വസിക്കുക തന്നെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? അതെ, ഒന്നും മിണ്ടാതിരിക്കോ. എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ആയുധം വെച്ചുള്ള കളിയാ. ഷാഹി കാറിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു.
ജീവനിൽ പേടിയുള്ളത് കൊണ്ട് ആയിഷ പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാർ ആയിഷിന്റെ വീടിന് മുമ്പിലെത്തി. ഇത് തന്നെയല്ലേ വീട്? ഷാഹി കാറിന്റെ അകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. എന്താ ഇപ്പോൾ സംശയിക്കാൻ? ഉറപ്പിച്ചു പറയാൻ, ഞാൻ 5-6 പ്രാവശ്യം ഒന്നും ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ. അന്ന് കല്യാണത്തിന്റെ ദിവസം തന്നെ മര്യാദക്ക് വഴിയൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഇതെന്താ രണ്ടുപേരും അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഉപ്പ കാറിന്റെ ഡോർ മുട്ടി രണ്ടുപേരെയും പുറത്തേക്ക് ഇറങ്ങി. മോളെ. ഉപ്പ ആയിഷന്റെ നെറുകയിൽ തലോടി. ആയിഷ ഉപ്പാന്റെ കവിളിലൊരു ചുംബനം പകർന്ന് മുന്നിൽ തന്നെ ഏറെ പ്രതീക്ഷകളോടെ മകളെ കാത്തു നിൽക്കുന്ന ഉമ്മാന്റെ അരിയിലേക്ക് ഓടിപ്പോയി. ഉമ്മാനെ ഇറുകെ പുണർന്നു. ഷാഹി, മോനെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറി വാ. ഉപ്പ ഷാഹിയെ കൈപിടിച്ചുകൊണ്ട് വന്നു. ജാസി എവിടെ ഉമ്മ? അവൾ നിനക്ക് എന്താ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. അവളോ? ആയിഷ കുറച്ച് ഭയത്തോടെ ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് കുറേ പ്രാവശ്യം പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ ഷാഹിമോനെ ഒന്ന് ഞെട്ടിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഞെട്ടിക്കുന്നതൊക്കെ കൊള്ളാം, തട്ടിപ്പോവാതിരുന്നാൽ മതി. ആയിഷ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ജാസി, കഴിഞ്ഞോ നിന്റെ കലക്കലേ? ആയിഷ അവളുടെ അടുത്തേക്ക് പോയി. കൽബേ, വന്നോ നീ? നല്ലോണം കലക്കൊന്ന് തരട്ടെ? റബ്ബേ വേണ്ട, ഞാൻ അല്ലെങ്കിലേ മൊത്തത്തിൽ കലങ്ങിയിരിക്കുകയാണ്. കലക്കും മാറിയില്ലേ ഇതുവരെ? അതങ്ങനെ മാറുമോ മോളെ? അല്ല, നിന്റെ മുഖത്ത് തെളിച്ചം കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ജാസിയുടെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. അതൊക്കെ ഒരു വലിയ കഥയാ, ഒരുപാടുണ്ട് പറയാൻ. നീ ഇത് കഴിഞ്ഞ് അവിടേക്ക് വാ. നിന്നോട് സംസാരിക്കാൻ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് ഞാൻ. മുട്ടലൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇതുകൊണ്ടുപോയി അളിയന് കൊടുക്ക്. ഞാനൊന്നും കൊടുക്കില്ല. എന്താടി, പിന്നെ നീയല്ലാതെ ഞാനാണ് കൊടുക്കണ്ടേ? ആരും കൊടുത്താലും വേണ്ടില്ല. അതൊരു പാവാണ് ആയിഷു. ആ മുഖം കണ്ടാലറിയാം അല്ല നിഷ്കുവാണെന്ന്. അത്രയ്ക്ക് നിഷ്കൊന്നുമല്ല. അതുകൊട്ടെ, എന്തായാലും ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കില്ല, എനിക്ക് വേണ്ടിയാ. അപ്പം നീ ഇതുവരെ അളിയനൊന്നും കൊടുത്തിട്ടില്ലേ? ഇല്ല. ഷെടാ, ഇന്ന് രാവിലെ ഈറൻ മുടിയുമായി ആവി പറക്കുന്ന ചായ നീ അവർക്ക് കൊണ്ട് കൊടുത്തില്ലേ? ഈറൻ മുടി വെറുതെ എന്നെ കൊണ്ടുവരുന്നത് പറയിപ്പിക്കണ്ട നീ. തൽക്കാലം നീ അത് അവർക്ക് കൊണ്ട് കൊടുക്ക്. ആയിഷ അവളെ നിർബന്ധിച്ച് പറഞ്ഞയപ്പിച്ചു. അളിയ, വെള്ളം എടുത്തോളി. താങ്ക്സ്. ആയിഷുവിൻ്റെ അനിയത്തിയ. ഓ, അതുപോലത്തെ ഐറ്റങ്ങൾ പിൻഗാമികളായി ഇനിയും ഉണ്ടോ? തീർന്നിട്ടില്ലേ? ഷാഹി പതിയെ പറഞ്ഞതാണെങ്കിലും ജാസി കേട്ടോ. ഒരിത്ത കൂടിയുണ്ട്, പിന്നെ ഇക്കയും. അത് കഴിഞ്ഞ് പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് വീട്ടിലുള്ള ആരും ഒന്നും പറഞ്ഞു തന്നില്ല. പിന്നെ അവളാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വാളും പരിചയം എടുത്തിറങ്ങാണ്. പാവാണ് അളിയ അവള്. അവളെ അടുത്തറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ കാട്ടുകൂട്ടലുകൾ കണ്ട് അവളെ വിലയിരുത്തരുത്. ജാസിയും ഷാഹിയും പെട്ടെന്ന് തന്നെ കൂട്ടായി. എന്തായി ആയിഷു കാര്യങ്ങൾ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അടുക്കളയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ജാസി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ എങ്ങനെയാ ഒറ്റവാക്കിനൊക്കെ മറുപടി തരിക? ഒറ്റവാക്കിൽ വേണ്ട, 5-6 വാക്കായാലും കുഴപ്പമില്ല. അങ്ങനെയല്ലേടി, ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല മൂപ്പര്. ഇന്നലെ രാത്രിയൊക്കെ എന്താവും, അവരോട് എന്ത് പറയുക എന്നൊക്കെ ആലോചിച്ചിരുന്നതാ ഞാൻ. എന്തൊക്കെയായാലും ഞാൻ അവരുടെ ഭാര്യ ആയില്ലേ ഇപ്പോൾ, അതുകൊണ്ട് എന്തോ സംഭവിക്കാലോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു പെരുമാറ്റമല്ല അവരുടെ അടുത്ത് നിന്നും ഉണ്ടായത്. ആഹാ, അത് കൊള്ളാലോ. എനിക്ക് തന്നെ അറിയാം, ഞാൻ ഒരു നോർമൽ ഭാര്യയെ പോലെ അല്ല അവരോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒന്നും. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് പോലും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതാണ് എനിക്ക് അത്ഭുതം. അതിനൊന്നുള്ള അവസരം നീ അതിനാളിന് കൊടുത്തില്ലല്ലോ. അപ്പോഴേക്ക് നീ സ്റ്റെപ്പിൽ നിന്ന് വീണില്ലേ. പിന്നെ ഇപ്പോൾ ഇതാ എന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ചിലപ്പോൾ അതുകൊണ്ടല്ല ആവാനും ചാൻസ് ഉണ്ട്. ആയിഷോ, ഇന്നലെ വീണ വേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഉമ്മ മരുമകനോട് വിശേഷമെല്ലാം ചോദിച്ചു കഴിഞ്ഞ് ആയിഷുവിൻ്റെ അടുത്തേക്ക് വന്നു. അത് നേരം വെളുത്തപ്പോൾ തന്നെ ആക്കായി. അൽഹംദുലില്ലാ. വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എന്ത് വിശേഷം ഉമ്മ? വിശേഷങ്ങളൊന്നും ഉണ്ടാവാൻ മാത്രം സമയം ഞാൻ അവിടെ നിന്നില്ലല്ലോ. എന്നാലും ഉള്ള സമയം കൊണ്ട് പരമാവധി വിശേഷം പറ്റുന്ന പോലൊക്കെ നീ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഷാഹി പറഞ്ഞു കുറച്ചൊക്കെ. ഉമ്മ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. ഷാഹി എന്തു പറഞ്ഞുവെന്ന്? വരുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ ഷാഹി പറഞ്ഞു എന്ന സംശയത്തോടെ ആയിഷ ചോദിച്ചു. എനിക്ക് എൻ്റെ മരുമകന് എന്തൊക്കെ പറയാനുണ്ടാവും, അതൊക്കെ ഇപ്പം നിന്നോട് പറയാൻ പറ്റുമോ? ഉമ്മ സംസാരത്തിനിടയിലും ഉമ്മാൻ്റെ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ പറയണ്ട. ആയിഷോ, ഉപ്പ പുറത്തേക്ക് പോയതാ. പിന്നെ മുബിയും ഇല്ലല്ലോ ഇവിടെ. അതിനൊന്നുമില്ല. ഷാഹി അവിടെ കൊലയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. നീ ഒന്ന് അവൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കേ. ഞാനോ? പിന്നെ ഞാനാണ് അവൻ്റെ ഭാര്യ. ഉമ്മ കണ്ണുരുട്ടി. ആവോ, എനിക്കറിയില്ല. എൻ്റെ ആയിഷോ, വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത് നീ. മര്യാദക്ക് അവൻ്റെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് നല്ലത്. പിന്നെ ആയിഷ ഒന്നും പറയാതെ എണീറ്റ് ഷാഹിയുടെ അടുത്തേക്ക് പോയി. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഒറ്റയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കാൻ ഭയങ്കര രസമല്ലേ? ഒരു ഭാര്യ ഉള്ളതാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എൻ്റെ റബ്ബേ, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. ഞാൻ ആരെങ്കിലും വന്ന് ചോദിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ആശ്വാസമായില്ലേ? എങ്കിൽ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നോളിട്ടാ, ഞാൻ പോവാണ്. കണ്ണിച്ചാറല്ലാത്ത ജന്തു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലേ. പിന്നെ ഭക്ഷണമൊന്നും ആയിട്ടില്ലല്ലോ. നമുക്കൊന്ന് പുറത്തു പോയി വന്നാലോ? പുറത്തേക്കോ? എവിടേക്കെന്നൊക്കെ ചോദിച്ചാ ഞാനെന്തു പറയാനാ? ഞാൻ വിളിച്ചാൽ നീ എവിടേക്കാണെങ്കിലും കൂടെ ഇറങ്ങി വരുമോ? ഇല്ല.
അതെന്താ? ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലേ? ആണല്ലേ? ആയിഷ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. നിന്റെ നാടല്ലേ, നീ പറ. ഇവിടെ എവിടെയാ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമുള്ളത്? ഇവിടെ നിങ്ങൾക്ക് എന്താ സമാധാനക്കുറവ്? അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഒന്ന് പുറത്തു പോയിരിക്കാന്ന് വിചാരിച്ചിട്ടാ. വല്ല ബീച്ചിലോ അങ്ങനെ. ഇവിടെ ഒറ്റക്കായപ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയ ബീച്ചുണ്ട്, എന്നാ പോയാലോ? ഞാൻ വരണോ? ആ ചോദ്യം ഷായിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേണ്ട മാഡം, ബുദ്ധിമുട്ടണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ഓക്കെ ബൈ. ഷാഹി അതും പറഞ്ഞ് ഇറങ്ങി കാറിൽ കയറി. കാർ സ്റ്റാർട്ടാക്കി. ആയിഷ വരുമെന്ന പ്രതീക്ഷയോടെ കുറച്ചു നേരം അവൻ അവിടെ തന്നെ നിന്നു. പക്ഷെ അവൾ പോയില്ല. പിന്നെ ഷാഹിയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ ആയിഷനും പാവം തോന്നി. പക്ഷെ അവൾ ഇറങ്ങാൻ നിന്നപ്പോഴേക്കും ഷാഹി കാറെടുത്ത് പോയിരുന്നു. ഷാഹിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. അവൻ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ കാറ്റുകൊണ്ടോ ഉള്ളിലെ വേദന കൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തുടരും.